പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പം മറിയോ പരിശുദ്ധ അമ്മയും എലിസബത്തിനെ കാണാൻ പോകുന്നതാണ് അടുത്തത്. അപ്പോൾ അമ്മയുടെ മനസ്സിന് ഒരു രൂപമില്ല, 2-3 പ്രശ്നങ്ങൾക്ക് രൂപമില്ല. ആഴത്തിനുമേ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് പരിശുദ്ധാത്മാവിനെ എംപവർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി പരിശുദ്ധാത്മാവാണ് എല്ലാം റീസെറ്റ് ചെയ്യണത്. മറിയത്തിൻ്റെ ഉള്ളിലുള്ള സംഭവം, താൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം, ഇതാ കർത്താവിൻ്റെ ദാസ്യം എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പ്രഗ്നൻ്റായി. പക്ഷേ അമ്മയെ ഒരു 16 വയസ്സുള്ള യഹൂദ യുവതി എന്ന രീതിയിൽ അമ്മയ്ക്കിതിൻ്റെ മറ്റ് ഫിസിക്കൽ വശങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് ഐഡിയ ഇല്ല. അത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഇല്ല, എങ്ങനെയാണ് പ്രഗ്നൻ്റ് ആകുകയും എങ്ങനെയാണ് കല്യാണം കഴിക്കണമെന്ന് മനസ്സമ്മതം കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റ് ആകുകയും നാട്ടിലിങ്ങനെ വീർത്ത വയറുമായിട്ട് നടക്കുകയും അപ്പോൾ നാട്ടുകാരെന്ത് പറയും, അപ്പോൾ വരാൻ പോകുന്ന ദുരിതങ്ങളൊക്കെ ഓർത്തിട്ട് അമ്മയ്ക്കൊരു ഐഡിയ ഇല്ല. പക്ഷേ ഐഡിയ ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. പരിശുദ്ധാത്മാവ് പറയും, നിനക്ക് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, മാനസിക പ്രശ്നമാണ് നിൻ്റെത്, എങ്ങനെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തതല്ലേ പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് വന്നു, അച്ഛാ ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണ്, അതിൻ്റെ വേറെ അബൌട്ട്സൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവളോടൊന്നും മാത്രമേ പറഞ്ഞുള്ളൂ, എത്രയും വേഗം രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ആ ഒറ്റ സംഭവത്തെ കൊണ്ട് അമ്മയുടെയും മകളുടെ സംശയം തീർന്നു പോയി. എത്രയും വേഗം രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. അപ്പോൾ അവരെന്തുമാത്രം നേരെ ഇവിടെ ഇരുന്നുകൊണ്ട് കഷ്ടപ്പെട്ട് അവർ ഒന്ന് നോക്കിക്കുക, കല്യാണത്തിന് പ്രഗ്നൻ്റായ ഒരു ലേഡിയുടെ സങ്കടങ്ങൾ എന്തുമാത്രമാണ്. അവളാണ് അത്ര വയസ്സും പ്രായമില്ല. അച്ഛൻ വഴക്കിടുവോ, നാട്ടുകാരോട് എന്ത് പറയും, ഇങ്ങനെ കുറേ എന്തായിരിക്കും ഇനി പരിഹൃതി, അബോർഷൻ ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വരുമോ, എന്തായിരിക്കും അച്ഛൻ പറയാൻ പോണത് എന്നൊക്കെയായിരിക്കും ഇവിടെ ചിന്തിച്ച് ആകുലപ്പെട്ട് രണ്ടും അമ്മയും മകളും വിഷമിത്താൻ വരണം. ഞാൻ കഴിച്ചിട്ട് പറഞ്ഞ് എത്രയും വേഗം റേസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു, തിരിച്ചു വരാൻ. ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. സെക്കൻഡിനുള്ള പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മറുപടി കിട്ടും. അതാണ് പരിശുദ്ധാത്മാവ്. ഇപ്പോൾ അമ്മ എന്താ ചെയ്യണം, ഇപ്പോൾ പരിശുദ്ധ അമ്മ എന്താ ചെയ്തിരിക്കുന്നത്, നേരെ അങ്ങോട്ട് ചെന്നിട്ട്, ഇത് എലിസബത്ത് എന്ന് പറയുന്നത് 65 വയസ്സുള്ള വലിയമ്മയാണ്. ഇവർക്ക് 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സുകാരത്തി എങ്ങനെയാണ് 65 വയസ്സുള്ളവരോട് അവർ പ്രഗ്നൻ്റ് ആണെന്ന് ചോദിക്കുന്നത്? ഭയങ്കര പ്രശ്നമില്ലേ? അത് അമ്മയുടെ പ്രശ്നം അതാണ്. അമ്മ പറഞ്ഞു, നീ എലിസബത്തെ പോയി കാണാൻ പറയുന്നുണ്ട്, എലിസബത്ത് പ്രഗ്നൻ്റ് ആണ്, 6 മാസം പ്രഗ്നൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് മാലാഖ. പക്ഷേ 65 വയസ്സുള്ള ചേടത്തിയോട് പോയിട്ട് ആൻറ്റി പ്രഗ്നൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അമ്മ അങ്ങനെ ചോദിക്കത്തുമില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരാണ് ഉടനെ ചോദിക്കും, ആൻറ്റിയാണെന്ന് നോക്കത്തില്ല, വലിയമ്മ തലയാണെങ്കിൽ ചോദിക്കും. അന്ന് ചോദിക്കത്തില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അത് അമ്മയുടെ സ്വകാര്യ പ്രശ്നമാണ്. ഇങ്ങനെ വിഷമിച്ചിങ്ങനെ കഴുത വണ്ടിയെ പോകുമ്പോൾ ഈ വിഷമമുണ്ട്, എങ്ങനെ ആൻറ്റിയോട് ചോദിക്കണം, ആൻറ്റിക്ക് 65 വയസ്സില്ലേ, എനിക്ക് 16 വയസ്സല്ലേ ഉള്ളൂ, എൻ്റെ കാര്യം എങ്ങനെ ആൻറ്റിയോട് പറയണത്, ആൻറ്റി എന്തായിരിക്കും അതിൻ്റെ പ്രതികരണം? ഇങ്ങനെ ഒരു രൂപവും ഇല്ല. ആഴത്തിനുമേ അന്ധകാരം വ്യാപിച്ചിരുന്നു, ഭൂമി രൂപരഹിതമായിരുന്നു. കണ്ട, ഇതാണ് അവസ്ഥ. പക്ഷേ പരിശുദ്ധാത്മാവ് അത് രൂപരഹിതമായതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എംപവർ ചെയ്ത് വിട്ടിട്ട് പറയും, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ വാദവരാതെ പറയണ കേൾക്കാം. പരിശുദ്ധാത്മാവ് വരും, വരാതിരിക്കുന്ന കാര്യങ്ങൾ പറയും, അവൻ നിങ്ങളെ സാന്ത്വനപ്പെടുത്തും, സഹായകനായിരിക്കും. ഒന്ന് കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 16:14. അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുന്നത്. പരിശുദ്ധാത്മാവിന് ഉടമ്പടിയാണ് പരിശുദ്ധാത്മാവ് സ്വീകരിക്കാനുള്ള ഏറ്റവും നല്ല പ്രായോഗിക സൂത്രവാക്യം. കാര്യം അതിൻ്റെ അകത്ത് വിശ്വാസ ആവിഷ്കാരത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്, പ്രയോഗമുണ്ട്, പ്രഖ്യാപനമുണ്ട്. ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പ്രയോഗ പദ്ധതിയാണ്, സുവിശേഷ പദ്ധതി ഉടമ്പടി. യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളെ പഠിപ്പിക്കും ഓരോ കാര്യങ്ങളും, എന്താണ് ചെയ്യേണ്ടത്, നാളെ എന്താ ചെയ്യേണ്ടത്, അവരോട് പോയി എന്താ സംസാരിക്കേണ്ടത്, ഇങ്ങനെ എല്ലാം ക്രമീകരിക്കും. അപ്പോൾ നമുക്കവർ പരിചയമില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ആത്മാവിൽ ആ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഉടമ്പടിയിൽ ആത്മാവിനോട് സന്ധിക്കാനും പറ്റും. ഇപ്പം തന്നെ എന്നിട്ട് നമ്മളെ അതിൻ്റെ ഭാഗിക സത്യമല്ലാതെ പൂർണ്ണ സത്യത്തിലേക്ക് എല്ലാ വിഷയത്തിൻ്റെയും പൂർണ്ണതയിലേക്ക്. അപ്പോൾ 16:13 എടുത്തേ. യോഹന്നാൻ 16:13. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോരോ ദൗത്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവിൽ എന്തെല്ലാം ദൗത്യങ്ങളുണ്ട് അതെല്ലാം ഈശോ പറഞ്ഞുകൊണ്ടേയിരിക്കും. തന്നെ ഡിപ്പാർച്ചർ സ്പീച്ചിലാണ് ഇതെല്ലാം വരുന്നത്. കർത്താവിൻ്റെ അവസാനത്തെ 6 മാസം ഇല്ലേ, ഈ ഭൂമിയിലുള്ള തൻ്റെ അവസാനത്തെ 6 മാസത്തിലാണ് ആത്മാവിനെക്കുറിച്ച് വല്ലാണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും.
എപ്പോഴും മലമൂടി തന്നെയായിരിക്കും, പലപ്പോഴും പ്രാർത്ഥനയിലായിരിക്കും, പ്രാർത്ഥിച്ചു വരുമ്പോൾ സംസാരിക്കുന്നത് ആ പരിശുദ്ധാത്മയെക്കുറിച്ചായിരിക്കും. അപ്പോൾ ടേക്ക് സീരിയസ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ ഓരോ ഉടമ്പടി വാഗ്ദാനങ്ങൾ നിങ്ങൾ നിറവേറ്റുമ്പോഴും കർത്താവേ ഇത് സ്വീകരിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിൽ നിറക്കണമെന്ന് പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കുറേ പരിഹാരങ്ങൾ വരും. എന്താ മറിയത്തിൻ്റെ പ്രശ്നം എന്താ? മറിയത്തിന് രൂപമില്ല. ഇതെങ്ങനെയാണ് ഈ വിഷയം അവതരിപ്പിക്കണത്? ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എങ്ങനെയാണ് അമ്മയോട് പറയണത്? ഇനി ഞാൻ തന്നെ പ്രഗ്നൻ്റ് ആണോ? ഈ മംഗളവാർത്തയിൽ എന്താ സംഭവിച്ചത്? അതുകൊണ്ടാണ് ഇവരെ നേരെ അമ്മയുടെ അനിയത്തിലേക്ക് ചർച്ചക്കാരിലേക്ക് വിടുന്നത്. അപ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എലിസബത്ത് ആദ്യം തന്നെ മറിയത്തെ കാണുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറയും. മാത്രമല്ല, പരിശുദ്ധാത്മാവ് എലിസബത്തിൻ്റെ ഗർഭശിശുവിനെ തുള്ളിച്ചടിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് എലിസബത്തിനോട് പറയും, വന്ന് നിൽക്കുന്നത് ആരാണെന്ന് നോക്കിക്കേ, നിൻ്റെ പഴയ മേരിക്കുട്ടിയൊന്നുമല്ല. എന്താണ്? ഹിസ് ദ മദർ ഓഫ് ഗാഡ്. ഓ മൈ ഗോഡ്സ് മദർ, എൻ്റെ കർത്താവിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് എലിസബത്ത് മുട്ടേ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അത് അപ്പം കർത്താവിൻ്റെ അമ്മയാണ് താനെന്ന് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ പറയിപ്പിക്കുമ്പോൾ മറിയത്തിന് രൂപം ഉണ്ടാകും. രൂപവും ഭാവവും ഇല്ലാതെ പോയ ആളാണ്. ആത്മാവാണ് എല്ലാത്തിനും രൂപം ഉണ്ടാകുന്നത്. ഒരിക്കൽ ആത്മാവ് എലിസബത്തിലൂടെ എല്ലാ ആശങ്കകൾക്കും മറിയത്തിന് മറുപടി കൊടുക്കണം. കണ്ടില്ലേ എന്ത് രസമാണ്, എന്ത് മനോഹരമാണ്. അപ്പോഴാണ് അമ്മ ദീർഘനിശ്വാസം പറയും. അപ്പോഴാണ് ഒരു ആശ്വാസം വേണ്ടത് രൂപം കിട്ടിക്കഴിഞ്ഞപ്പോൾ. എന്താണ്? മൈ സോൾ മാഗ്നിഫൈസ് ദി ലോർഡ്. എൻ്റെ ആത്മാവ് എൻ്റെ കർത്താവിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വയറെ പൊത്തും. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് ആരാ പറഞ്ഞത്? കത്തോലിക്ക സഭയെ അല്ല. അവിടെയല്ലേ തെറ്റിയത്? ആരാ പറഞ്ഞത്? എലിസബത്താണോ പറഞ്ഞത്? അല്ല. ആരാണ്? പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പറഞ്ഞു. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ജപമാല ചിലർക്ക് ആക്സസറി ആയിരിക്കണത്? അവയവമല്ല, ആക്സസറി ആയിരിക്കണത്. കാര്യം മാതാവ് നിങ്ങൾക്ക് ആക്സസറി ആയതുകൊണ്ടാണ്. അഡീഷണൽ ഫിറ്റിങ്സ്. ആക്സസറി എന്ന് പറയുന്നത് എന്താണ്? കാറിൻ്റെ ആക്സസറി എന്താണ്? ആ വീലെ വെച്ചിട്ട് വീലിനകത്തൊരു കാറിൻ്റെ വീല് നമുക്ക് കിട്ടും അല്ലേ, കമ്പനിയിൽ നിന്ന് കിട്ടും. പിന്നെ അതിൻ്റെ ആ വീലിൻ്റെ അവിടെ വെച്ചിട്ട് വീൽ ഗാർഡില്ലേ, വീൽ ഗാർഡ് വെള്ളി നിറത്തി തിളങ്ങുന്ന സാധനം, അത് വിളക്ക് മേടിക്കുന്നതാണ്. അതിന് ആക്സസറി എന്ന് പറയുന്നത് അഡീഷണൽ ഫിറ്റിങ്സ്. മാതാവ് അഡീഷണൽ ഫിറ്റിങ്സ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ജപമാലയും അഡീഷണൽ ഫിറ്റിങ്സ് ആയിരിക്കണത്. മാതാവ് അവയവത്തിൻ്റെ നിങ്ങൾക്ക് ജപമാലയും അവയവമാണ്. ആധ്യാത്മികമായ വേദശാസ്ത്രങ്ങളിലെ മാതാവ് അവയവത്തിൻ്റെ ഭാഗമാണ്. മൈ ഗോഡ്സ് മദർ. അത് എലിസബത്ത് പറഞ്ഞതല്ല. പിന്നെ ആരാ പറഞ്ഞത്? പുത്രൻ തമ്പുരാൻ, പിതാവായ ദൈവത്തിൻ്റെ മകനായിരിക്കുന്ന പുത്രൻ തമ്പുരാൻ, പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് പറഞ്ഞ ത്രിക ദൈവത്തിൻ്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാത്മാവാണ് പറഞ്ഞത് ഹീസ് ഗോഡ്സ് മദർ. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ അമ്മയാണ് ആദ്യമായിട്ട് തന്നെ പുതിയ നിയമം ആരംഭിക്കേണ്ട. രൂപമില്ലാത്ത മനുഷ്യരെ, ജീവിതത്തെക്കുറിച്ച് എന്ത് ചെയ്യണമെന്നൊരു എത്തുപിടിയില്ലാത്ത മനുഷ്യരെ, തൻ്റെ ജീവിത പ്രശ്നങ്ങളോട് എന്ത് പരിഹാരം ചെയ്യുമെന്ന് അറിയാൻ പാടില്ലാത്ത ആ വരാൻ പോകുന്ന പ്രശ്നത്തെ പോലും യോഹന്നാൻ 16:14 അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഇപ്പം ഒരു മിനിമം പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഒരു ദുരിതങ്ങളെ ഈ 16:14 അനുസരിച്ചുകൊണ്ട് അവൻ നമ്മളെ അറിയിക്കും. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞാൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഉടമ്പടി എടുത്തൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു ഞാൻ പറയും. ഒരിക്കൽ ഒരു ഡോക്ടറിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ മാതാവിനെ കണ്ടുമുട്ടാൻ വേണ്ടി പുതിയൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്.
അതിൻ്റെ പേരാണ് ആലപ്പുഴ കലവൂർ കൃപാസനത്തിലുള്ള ഉടമ്പടി. അപ്പോൾ ഡോക്ടർ ശാന്ത ജോർജ് ഇത് കേട്ടിട്ട് അവർ ഗൈനക്കോളജിസ്റ്റാണ്, റിട്ടയറാണ്. അവരുടെ ഭർത്താവും പീഡിയാട്രിസ്റ്റാണ് ഡോക്ടർ ജോർജ്. അപ്പോൾ അവർ കേട്ടതിന് ശേഷം ഈ ഡ്രൈവർ പറഞ്ഞു, അപ്പോൾ ഡ്രൈവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മാതാവിനെ കൂടെ കൂട്ടാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അർത്ഥസംഖ്യക്കിടയില്ലാതെ ഈ ഡ്രൈവർ ഡോക്ടറിനോട് പറയുകയാണ്, ഇപ്പോൾ മാതാവിനെ കൂടെ കൂട്ടാനൊരു പുതിയ പദ്ധതി തുടങ്ങിയിട്ടുണ്ട് സഭയിൽ. എന്താണത്? അത് ഉടമ്പടിയാണ്. അപ്പോഴീ ഡോക്ടറിന് ഭയങ്കര സന്തോഷം. കാര്യം ജീവിതകാലം മുഴുവൻ മാതാവിൻ്റെ ഒരു ഭക്തിയായിട്ട് ജീവിച്ച ഒരാളാണ് ഡോക്ടർ. അപ്പോൾ മാതാവിനെ കൂടെ കൂടുന്ന കാര്യം ഇന്നുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഈ ഡ്രൈവറിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാവുന്ന കാരണം ഇവൻ സാധാരണ സത്യങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ആളാണ്. അപ്പോൾ അവനത് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോഴെന്താ, ഈ ഡോക്ടറും ദൈവത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ്, ഡ്രൈവറും ദൈവത്തിൻ്റെ കൃപ. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വാട്ടർ ലെവലെന്ന് പറയണത്. വാട്ടർ ലെവൽ നമ്മൾ വെക്കത്തില്ലേ? അപ്പോൾ വാട്ടർ ലെവലെന്ന് പറയണത് ഈ വാട്ടർ ലെവലിങ് കറക്റ്റാണെങ്കിൽ മാത്രമല്ല നമുക്ക് വീടൊക്കെ ചരിയാതെ വെക്കാൻ പറ്റത്തുള്ളൂ. ഈ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നവരോടെല്ലാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ലൂക്ക 2:38. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതാണ് വാട്ടർ ലെവൽ എന്ന് ഞാൻ പറഞ്ഞത്. ഈ ഡ്രൈവറിനൊരു വാട്ടർ ലെവലുണ്ട്, ഡോക്ടർ ശാന്ത ജോർജിനൊരു വാട്ടർ ലെവലുണ്ട്. എന്താണ്? ഇവർ രണ്ടുപേരും ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. അപ്പോൾ മാതാവിനെ കൂടെ കൂട്ടാമെന്ന് കേട്ടപ്പോൾ ഡോക്ടറിന് സന്തോഷമായി. ഡോക്ടർ ജോർജിനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഞങ്ങൾ വെൽ സെറ്റിൽഡ് ഫാമിലിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ വെൽ സെറ്റിൽഡ് ഫാമിലി ആയി കഴിയുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇവർ ആ ഉദ്ദേശത്തിലല്ല പറയണത്. എനിക്ക് പ്രത്യേകിച്ച് ഭൗതികമായ ഒരു നേട്ടത്തിന് ആവശ്യം. എൻ്റെ 2 മക്കളും ഡോക്ടർമാരാണ്, 2 പേർക്കും ജോലിയുണ്ട്. ഒരാൾ ആലപ്പുഴയാണ് വർക്ക് ചെയ്യണത്, ഞങ്ങൾ 2 റിട്ടയർഡ്, ഞങ്ങൾക്ക് പെൻഷനുണ്ട്, ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല, ആ ആവശ്യത്തിന് ആരോഗ്യമുണ്ട്. പക്ഷേ മാതാവിനെ കൂടെ കൂട്ടാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് കുറവായിട്ട് തോന്നി. കാരണം ഇത്രയും നാൾ ഇങ്ങനെ എല്ലാം ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടും ഇപ്പോഴും എനിക്കൊരു കുറവുണ്ടല്ലോ. എന്താണ്? മാതാവിനെ കൂടെ കൂട്ടാത്ത കുറവ്. അതാണ് സംഭവം. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ അവർ തിരിച്ചു വന്ന് ഉടമ്പടി എടുത്തിട്ട് അവർ ഒന്നേ പറഞ്ഞുള്ളൂ, അമ്മയെ കൂടെ വരണമേ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. അമ്മയെ കൂടെ വരണമേ. അത് സത്യസന്ധമാകണ കാരണം പിന്നെ എന്താ സംഭവിക്കണത്? അതായത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾക്കറിയാമല്ലോ 16-14 എന്താ പറയണത്? വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. അമ്മ എന്തിനാണ് ഇവിടെ കൂടെ പോയത്? പിറ്റേ ദിവസം ഭർത്താവിന് ഹാർട്ട് അറ്റാക്കായി. അമ്മയ്ക്കത് അറിയാമായിരുന്നു, എന്തോ വിപത്ത് സംഭവിക്കാൻ പോകണമെന്നുള്ളതിനെക്കുറിച്ച്. അമ്മ കൃപാസനത്തിൽ വന്ന് അതല്ലേ പറഞ്ഞത്, ദുരന്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കണം, വരാതിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുരന്തം ഉണ്ടാകാൻ പോകണമെങ്കിൽ നമ്മൾ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി അമ്മ നേരിട്ടെത്തുന്നതാണ് ഉടമ്പടി. കൈയ്യടിക്കട്ടെ. ദുരന്തമുഖങ്ങളിലേക്ക് സഞ്ചരിച്ചെത്തുന്ന മാതൃസാന്നിധ്യത്തിന്, സ്നേഹത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ആധ്യാത്മികതയിൽ നമുക്ക് ഭൗതികമായിട്ട് നമുക്ക് എല്ലാം ഉണ്ടായാലും ദൈവം പറയും, നിനക്കൊരു കുറവുണ്ട്. എന്താ കാര്യം? വരാൻ പോകുന്ന ദുരിതങ്ങളെ കണ്ടുപിടിക്കാനുള്ള കാര്യം നിനക്ക് ഇല്ല. അതെന്ത് ചെയ്യണം? ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവണം. അതാണ് വിഷയം. അപ്പോൾ ഈ കുടുംബത്തിന് വലിയൊരു വിപത്തുണ്ടാകാൻ പോകണമെന്ന് കണ്ടപ്പോൾ തന്നെ ഈ ഡ്രൈവറിലൂടെ, പിന്നെ ആ ഡ്രൈവറാണ് അതിന് ഉപയോഗപ്പെട്ടത്. ഡ്രൈവറിലൂടെ പറഞ്ഞു, എന്നോട് നീ വന്ന് അവരോടൊന്ന് ഉടമ്പെടുക്കാൻ പറയാം, എനിക്ക് അവരുടെ ഭവനത്തിൽ ചെല്ലണം, അവരെ ഈ വിഷയത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കണം. അപ്പോൾ ദൈവം എന്ത് കരുതലാണെന്ന് നോക്കി. ഇതോടുകൂടി ഈ ഡോക്ടറിൻ്റെ അതായത് 3 ഞരമ്പുകളാണ് ഡാമേജ് ആയിരിക്കുന്നത്. പൈസണ്ടേ, ഹൃദയത്തിൻ്റെ 3 ഞരമ്പുകൾ ഡാമേജായി. ഇത് അറ്റാക്ക് കഴിഞ്ഞ് കൊണ്ടുപോയി ഓപ്പറേഷൻ വേണമെന്ന് പറയുമ്പോൾ ആരും ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറല്ല. ആരും. എന്താ കാര്യം? ഓപ്പറേഷൻ ചെയ്താൽ വേറെ ഞരമ്പ് 3 അവിടെ വെച്ച് കൊടുക്കാൻ ഈ ശരീരം ഈ ഏജിൽ താങ്ങത്തില്ല. ഈ ഏജിൽ താങ്ങത്തില്ല. അപ്പോൾ ഡോക്ടറായത് കാരണം അദ്ദേഹത്തിനും അതറിയാം. മകനും ഡോക്ടറാണ്. അപ്പോൾ അവർ പറഞ്ഞ്, എനിക്ക് മരുന്ന് കിട്ടിയാൽ മതി, ഞാൻ മരുന്ന് കഴിച്ച് ഇനി കുറച്ച് നാൾ ഓപ്പറേഷനൊന്നും ഇല്ലാതെ മരുന്ന് കഴിച്ച് ദൈവം ആയുസ് തന്നത്തിനേക്കാളും ജീവിച്ചോളാം എന്ന് പറഞ്ഞ്.
78 വയസ്സുണ്ട്. അതാണ് പ്രശ്നം. 78 വയസ്സ് ആരും ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓപ്പറേഷൻ, ഡോക്ടർ തന്നെ പറഞ്ഞു എനിക്ക് ഓപ്പറേഷൻ വേണ്ട, എനിക്ക് മരുന്ന് മതി എന്ന് പറഞ്ഞ്. പക്ഷേ പിന്നീട് ഈ മാതാവിൻ്റെ ഒരു ചൈതന്യം കുടുംബത്തിൽ വന്നപ്പോൾ ആ റിസ്ക് എടുക്കാൻ പറ്റിയ ഡോക്ടർമാർ അവർക്ക് കിട്ടി. ഈ ഓപ്പറേഷൻ വേണ്ടി റിസ്ക് എടുക്കാൻ പറ്റിയ ഡോക്ടർമാരെ കിട്ടി. ഈ 78 വയസ്സുള്ള ആളിൻ്റെ ഹൃദയം തുറന്ന് ശസ്ത്രക്രിയ നടത്തി. പക്ഷേ ശസ്ത്രക്രിയ നടത്തിയിട്ട് ഇവരെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ICU വാർഡിൽ നിന്ന് വാർഡിലേക്ക് കൊണ്ടുവന്ന്, അപ്പോൾ ഇത് മുറിയിലോട്ട് കൊണ്ടുവരുമ്പോഴും ആ മറ്റേ അപ്പാരറ്റസ് എല്ലാം മെഷീൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ പൾസ് റേറ്റ്, ഹാർട്ട് സൈസൊക്കെ നോക്കുന്ന പ്രഷർ റേറ്റ്, എല്ലാ മെഷീൻസും കടുപ്പിച്ചപ്പോൾ എല്ലാം നോർമലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഡോക്ടർമാർ വന്നിട്ട് അപ്പോൾ കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ നമുക്ക് നോർമലാണല്ലോ, ഇനി മെഷീൻസ് എല്ലാം ഊരാവെന്ന് പറഞ്ഞ് രോഗി സുഖമായി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടറിൻ്റെ ലേഡി ഡോക്ടർ അവരും പറഞ്ഞു, അവരും ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇതൊക്കെ ഊരി മാറ്റിയിട്ട്, മെഷീനൊക്കെ ഊരി മാറ്റിയിട്ട്, കണക്ഷനൊക്കെ ഊരി മാറ്റിയിട്ട് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ നേഴ്സ് വന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് അലറിപ്പോയി. എന്താ കാര്യം? ഇതെല്ലാം ഹാർട്ട് റേറ്റ് കൂട്ടി അത് 126 അത് മരിക്കണ സമയത്തേക്ക് മാറി. അപ്പോൾ അടുത്ത സെക്കൻഡ് മരിക്കും. ഡോക്ടർമാരെല്ലാം വിളിച്ച് അലറിപ്പാഞ്ഞ് ഇവിടെ വന്ന്, പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. മെഷീൻസ് എല്ലാം കടുപ്പിച്ചപ്പോഴും ഇങ്ങനെ 126 നിൽക്കുകയാണ്. നമുക്കറിയാമല്ലോ, കോവിഡ് കാലത്ത് നമുക്കറിയാം 92, 98 എന്ന് പറയുമ്പോൾ തന്നെ ഓക്സിജൻ സാച്ചുറേഷൻ തുടങ്ങും. ഇപ്പം 126 നിൽക്കുക ഹാർട്ട് റേറ്റ്. ഇപ്പോൾ എല്ലാം തീർന്നു, ആൾ പോയെന്ന് വിചാരിച്ചു. അപ്പോൾ ഉടനെ ഈ ലേഡി ഡോക്ടർ പറഞ്ഞ് മകൻ ഡോക്ടറോട് പറഞ്ഞ്, നീ വേഗം ആ ഓൺലൈൻ ഉടമ്പടി എനിക്ക് കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഓൺലൈൻ ഉടമ്പടി അമ്മയോട് പെട്ടെന്ന് എനിക്ക് വിഷയം പറയണം, എനിക്ക് ഓൺലൈൻ ഉടമ്പടി കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഉടനെ ഈ മകൻ എഴുതിയിട്ട് ഓൺലൈൻ ഉടമ്പടി കണക്ട് ചെയ്ത് എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എന്ന് അടിച്ചതിൻ്റെ അകത്ത് എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എന്നടിച്ച് സെൻഡ് ചെയ്ത് നോക്കിയപ്പോഴുണ്ട് 92. ആ സെക്കൻഡ് നോക്കി അതിൻ്റെ പൊക്കമുണ്ടല്ലോ 92 സെക്കൻഡാണ്. അപ്പോൾ എന്നെ ഒത്തിരി പേര് തിരുത്തിയിട്ടുണ്ട് പണ്ട്. ഉടമ്പടി ഉടനടി പരിഹാരം എന്ന് പറയരുത്, അതൊരു ബിസിനസ് ട്രിക്കായിട്ട് തോന്നത്തുള്ളൂ. ഞാൻ പറഞ്ഞു ബിസിനസ്സായിട്ട് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ തോന്നും, പക്ഷേ ഇത് വെളിപാടാണ്. എനിക്ക് ആദ്യം തന്നത് ഉടനടി പരിഹാരം എന്നാണ്. കാര്യം നമ്മളുടെ പത്രത്തിൻ്റെ ആദ്യ പേജിലുള്ളതെല്ലാം ഉടനടി പരിഹാരമുള്ള സംഭവങ്ങളാണ് ഉള്ളത്. ഇനി ഇത് ഈ ശാന്ത ജോർജ് അടുത്ത സെക്ഷൻ പറയണം. ഇപ്പോൾ ആ ഡോക്ടർ ആരോഗ്യത്തോടെ വന്നാണ്, ഡോക്ടർ തന്നെയാണ് ആ സാക്ഷിയോടെ പറഞ്ഞിരിക്കുന്നത്, ഡോക്ടർ ജോർജ്. പക്ഷേ അതല്ല, അതിനുശേഷം അവരുടെ ജീവിതത്തിൽ വീണ്ടും ഒരു സംഭവം ഉണ്ടായി. ഈ വരാനിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അമ്മ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് മാധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഉറപ്പുള്ള സാക്ഷിയായിട്ട് വരുന്നത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ സ്പീഡാണ്, ഭയങ്കര സ്പീഡാണ്. കാര്യം വാഗ്ദാനത്തിലുള്ളതാണ്. എന്താണ് വാഗ്ദാനം? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രഭാഷകൻ 36:8. പ്രഭാഷകൻ 36:8. വാഗ്ദാനം അനുസ്മരിച്ച് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ. അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ. ഇപ്പോൾ വാഗ്ദാനമാണ് കാലത്തെ ടൈം ഷോർട്ട് ചെയ്യുക എന്നുള്ളത്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് സ്വിച്ച് ഓഫ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ സെക്കൻഡിൽ തന്നെ അവിടെ 126 ഹാർട്ട് റേറ്റ് നോർമലിലേക്ക് വരും. അത് വാഗ്ദാനം അനുസരിച്ച് കൊണ്ട് അങ്ങ് കാലത്തെ ത്വരിപ്പിക്കണമേ, ടൈം ഷോർട്ട് ചെയ്യണമേ എന്നാണ്. അല്ല പിറ്റേ ദിവസമല്ല നോർമലാകണത്, പിറ്റേ ദിവസമല്ല, ആ സെക്കൻഡിൽ തന്നെയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം പിതാവേ നന്ദി, പിതാവേ മഹത്വം. ഇപ്പോഴും നമുക്കെതിരെ ഒത്തിരിയേറെ ആക്ഷേപങ്ങളുണ്ട്. കാര്യം പല ആൾക്കാർക്കും ഭാരമാണ്. കാര്യം കൃപാസനത്തിൽ ഇത്രയും അത്ഭുതങ്ങൾ അമ്മ ചെയ്യുമ്പോൾ അതിൻ്റെ അടയാളം കിട്ടിക്കൊണ്ട് ജനം കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസഫ് ദാസൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ, ഒരു ആധ്യാത്മികമായ ശുശ്രൂഷകനാണ്. അദ്ദേഹം ഈ റാലി കഴിഞ്ഞപ്പോഴേ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് FFDയിൽ. അതിൻ്റെ പോസ്റ്റ് ഞാൻ വായിച്ചപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞത് 3 ലക്ഷക്കണക്കിന് മനുഷ്യർ കടപ്പുറത്ത് നിൽക്കുന്ന ഞാൻ ആ മനുഷ്യരെ ഇങ്ങനെ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നു. എന്താണ്? അതൊരു ജനക്കൂട്ടമല്ല, മറിച്ച് ദൈവവുമായിട്ട് ഉടമ്പടി എടുത്തവരെ, വിശുദ്ധരായിട്ടുള്ള മനുഷ്യരെ,
അതുപോലെ തന്നെ കത്തോലിക്കരാണെങ്കിൽ 2 ആഴ്ചയ്ക്ക് ഒരിക്കൽ കുമ്പസാരിച്ചവർ, നല്ല കൗതാശികമായ ജീവിതം അനുഷ്ഠിക്കുന്നവർ, കത്തോലിക്കരല്ലാത്തവരാണെങ്കിൽ അക്രൈസ്തവരാണെങ്കിൽ പോലും വിശുദ്ധമായ ജീവിതം നയിക്കുന്ന വലിയൊരു സമൂഹത്തെയാണ് കടപ്പുറത്ത് കണ്ടതെന്ന്. അത് സാധാരണ ജനക്കൂട്ടമല്ല, ദൈവത്തിൻ്റെ ജനമാണെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന. അപ്പോൾ ഒരു മനുഷ്യനെ പുറത്തു നിന്ന് നോക്കുന്നൊരു മനുഷ്യന്, അത് അദ്ദേഹം വിദേശത്തു നിന്നാണ് ഈ റാലി പങ്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ അസസ്മെൻ്റ് കണ്ടില്ലേ? ഇവിടുത്തെ വിശുദ്ധരായ അവൈദികരായിട്ട് അൽമേരുടെ പോലും നിലപാട് ഇതാണെങ്കിലും ചില അച്ഛന്മാർക്ക് ഇപ്പോഴും കുത്തിത്തിരിപ്പുണ്ട്. ഇത് കച്ചവടമാണ്, പത്രം കൊടുത്തു വിടുന്നു, പത്രം വിതരണം ചെയ്യുന്നു, ഇത് പണമുണ്ടാക്കുന്ന ഏർപ്പാടാണ്. വാട്ട് വി ഹാവ് ഡൂയിങ്? നിങ്ങൾക്കറിയാമല്ലോ, 12 ലക്ഷത്തോളം രൂപ ഈ റാലിക്ക് നമുക്ക് ചിലവാണ്. ഞാൻ നിങ്ങളുടെ കാശ് ചോദിച്ചാൽ ഒരു പൈസ ചോദിച്ചില്ല. എന്തെങ്കിലും കാലത്ത് ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പിരിവ് ഇതിൻ്റെ പേര് നടന്നോ? ഇല്ല. 1.5 ലക്ഷം ബണ്ണ് നമ്മൾ തന്നെ കൊടുത്തു, 30,000-ഓളം വെള്ളക്കുപ്പികൾ നമ്മൾ തന്നെ കൊടുത്തു. അപ്പോൾ ഇപ്പോഴത്തെ ഈ 1 ലക്ഷം പേർക്ക് നമ്മൾ കാപ്പി തിളപ്പിച്ച് കൊടുത്തു. 1 ലക്ഷം പേർക്കും. ജനങ്ങൾ കൊടുത്തത് വേറെ, ലക്ഷക്കണക്കിന് ആഹാര സാധനം വെള്ളവും പുറമേ കിട്ടി, വഴിയിൽ നിന്ന് കിട്ടി. നമ്മൾ അച്ഛൻ വിളിച്ചതുകൊണ്ട്, നമ്മുടെ കൃപാസനം വിളിച്ചുകൊണ്ട് മാതാവിൻ്റെ പേരിൽ നിങ്ങൾ വന്നത്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ സന്ധിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ട് പന്തലൊക്കെ ഇട്ട് 20 പന്തലിട്ട് അലക്ഷൻ അപ്പു അച്ഛനും അതുപോലെ തന്നെ സണ്ണി ബ്രദർ, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന എഡ്വേർഡ് ബ്രദർ, പിന്നെ നമ്മുടെ വളണ്ടിയർ ക്യാപ്റ്റനായിട്ടുള്ള റോബർട്ട് ബ്രദർ, അങ്ങനെ എത്രയോ പേരാണ് ഇതിൻ്റെ പിന്നിൽ ജോമോളൊക്കെ പ്രാർത്ഥിക്കുകയും സിസ്റ്റർമാർ, ഇവിടെയുള്ള എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും നിരന്തരമായിട്ട്, തങ്കച്ചേടൻ, ഇങ്ങനെ എല്ലാവരും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച് അതിമനോഹരമായിട്ട് ഒരു കരട് പോലും വീഴാതെ. പിന്നെ ചെറിയ ഞാൻ അവിടെ സമരത്തിന് പോയപ്പോൾ, ഇവിടെ മുനമ്പത്ത് ഞാൻ സമരത്തിന് പോയ ദിവസം അവിടെയുള്ളവർ, സമരപ്പാട്ടിൽ നിന്നവർ എന്നോട് പറഞ്ഞു, വെച്ചാൽ അർത്തിങ്കെ പള്ളി വന്നപ്പോൾ ഇത്തിരി ഭയങ്കര ഗുഡൂസ് വഴിയിൽ വന്നു, അപ്പോൾ എനിക്കിത്തിരി ബുദ്ധിമുട്ട് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉടനെ അവരോട് പറഞ്ഞു, അടുത്ത കൊല്ലം നമുക്ക് വിശാലമായ കടപ്പുറത്തുകൂടി തന്നെ പോകാം, ഒരു പ്രശ്നവുമില്ല, ഒരു ഗുഡൂസിലും കയറത്തില്ല, നല്ല ഓക്സിജൻ കിട്ടി നല്ല ഭംഗിയായിട്ട് പോകാം. കാര്യം അത് ഒരു മിസ്റ്റേക്കല്ല, നമ്മൾ തണൽ നോക്കി ആൾക്കാർക്ക് തണുപ്പ് നോക്കി പോയതാണ് വെയിലിൽ നിന്ന്. അപ്പോൾ ഇത്തിരി ഗുഡൂസായിപ്പോയി. ഒരു മിസ്റ്റേക്കല്ല, ഒരു കുഴപ്പമില്ലാതെ മാതാവ് നമ്മളെ കൊണ്ടുപോകുന്നു. എല്ലാവരും എന്തോ ആസ്ട്രേലിയയിലൊക്കെ 12 പേരാ ഇന്നലെ വന്ന് സാക്ഷ്യം പറഞ്ഞവർ, അവർ ഇത് ഫ്ലൈറ്റ് എടുത്ത് വന്നിരിക്കണത്. അപ്പോൾ ലോകം മുഴുവനുള്ള ആൾക്കാർ ഈ ദിവസം എല്ലാ കൊല്ലവും നിങ്ങൾ ഓർത്തേക്കണം, ഒക്ടോബർ മാസം അവസാനത്തെ ശനിയാഴ്ചയാണ് ഡേറ്റ്. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ഉള്ളവരും ട്രെയിനുള്ളവരൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവർക്ക് നിങ്ങൾക്ക് പൈസ കുറച്ച് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ കാര്യം ഈ സംഭവം അച്ഛനില്ലെങ്കിലും, അച്ഛൻ ചത്തുപോയാലും, കർത്താവ് വിളിച്ചാലും ഇത് മാതാവിൻ്റെ ജോലി നടക്കും, ഒരു സംശയമില്ല കാര്യത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദൈവികമായൊരു പദ്ധതിയാണ്. ദൈവികമായ പദ്ധതിയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ ദൈവിക പദ്ധതിക്കെതിരെ സഭയുടെ അകത്ത് നിന്ന് ഒരു പറ്റം വൈദികർ പല കാലങ്ങളിൽ എന്നെ ഈ ശുശ്രൂഷയെ ആക്രമിച്ചിട്ടുണ്ട്, ഇന്നും ആക്രമിക്കുന്നുണ്ട്. അവർ അധികാര സ്ഥാനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ഇതിനെങ്ങനെയാണ് ടോർപ്പഡ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രാർത്ഥനാ ജാഗ്രത. നിങ്ങൾ കൃപാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുക, ജോമാരെ ദൈവികമായ പദ്ധതി മനുഷ്യൻ്റെ ബുദ്ധിമോശമായ തീരുമാനത്താൽ അട്ടിമറിച്ചുകൊണ്ട് സാത്താനെ വലിയ ഒരു സമ്മാനമായി ഇത് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ഇടിമുഴക്കുമ്പോൾ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കൃപാസനമെന്ന ദൈവിക സംവിധാനത്തെ തകർക്കുന്ന സഭയ്ക്കകത്തും പുറത്തുമുള്ള എല്ലാ പൈശാചിക ശക്തികളെയും അമ്മയുടെ കാൽക്കീഴിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വരാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ പെട്ടെന്ന് ഈ ഡോക്ടറിൻ്റെ മകന് ഒരു ദുർബുദ്ധി തോന്നി. പക്ഷേ ദുർബുദ്ധിയല്ല, ഈ ആലപ്പുഴയൊക്കെ വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം ഡോക്ടർ ജോലി കിട്ടിയതാണ്, ശരിക്കും ദൈവം കൊടുത്തതാണ്. PSC എഴുതി കിട്ടിയ ജോലിയാണ്, അത് ഈ ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. പക്ഷേ ഡോക്ടറിൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഭാഗമാണ് ജോലി കിട്ടിയത്. പക്ഷേ രോഗികൾ താങ്ങാനാവാത്ത രോഗികളാണ്. അതുകൊണ്ട് അദ്ദേഹം ആ ജോലി കുറച്ച് ചെയ്തപ്പോൾ രാജിവെച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ഡോക്ടർ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച്,
അവിടുത്തെ നമ്മുടെ മലയാളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ സർവീസൊക്കെ എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അവിടെ പേഴ്സണൽ ടൈമുണ്ട്, പ്രൈവറ്റ് ടൈമുണ്ട്, ഡ്യൂട്ടി ടൈമുണ്ട്. ഡ്യൂട്ടി ടൈം 8 മണിക്കൂറാണ്. ബാക്കിയൊന്നും എക്സ്ട്രാ വർക്കൊന്നും ചെയ്യത്തില്ല. ബുക്ക് ചെയ്യണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണം. അതുകൊണ്ട് ഇന്ത്യയിൽ വന്ന് ചികിത്സിക്കുന്നതാണ് നല്ലത്. എനിക്കും തോന്നി, യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ എനിക്കും തോന്നി അതാണ്. ഈ ഇന്ത്യ എന്തൊരു മനോഹരമാണെന്ന്. നിങ്ങൾ കെട്ടിയെടുത്ത് പെറുക്കി അവിടെ പോകുന്നു. ഒക്കെ പോട്ടെ, ഓണർ പോട്ടെ. അവിടെ കടങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അവർ പോണത്, അല്ലെങ്കിൽ ഇവിടെ ജോലി കിട്ടാത്തതുകൊണ്ടായിരിക്കും. ഞാൻ അവരെ കുറ്റം പറയില്ല, ഞാൻ അവരെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. പക്ഷേ എന്നാലും നമ്മുടെ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ എവിടെ പോയാലും നമ്മുടെ രാജ്യത്തോളം മനോഹരമായ ഒരു രാജ്യം ഞാൻ കണ്ടിട്ടില്ല. എന്താ കാര്യം? അത്രയ്ക്ക് മനുഷ്യപ്പറ്റും. ഇപ്പം നമ്മളൊരു ഡോക്ടറിൻ്റെ കൂടെ പല ഇവിടെയൊക്കെ ഡോക്ടറാണെങ്കിലുണ്ടല്ലോ ഒരു ദൈവികമായ ചൈതന്യം വേണം. കാര്യം നല്ല ഇടിയാണ് പേഷ്യൻ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ ശരിക്കും ഭയങ്കര ടയേർഡായി പോകും. അപ്പോൾ ഇവർക്ക് അത് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ അവരത് രാജിവെച്ച് പോകും. പക്ഷെ പിന്നെ ജോലി കിട്ടിയില്ല. പിന്നെ ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി അമ്മയോട് ഒന്ന് പറഞ്ഞു, അമ്മേ എനിക്ക് ആ രാജിവെച്ച ജോലി തിരിച്ച് മേടിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആരോടാണ്? ഡോക്ടറിൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്. എന്താ കാര്യം? അമ്മയ്ക്ക് മാതാവുമായിട്ട് പിടിയുണ്ട്. അതാണല്ലോ ഒരു ഒന്നൊന്നര പിടിയതാണ്. അതുകൊണ്ട് അപ്പനും കൂടി ഞാൻ രാജിവെച്ച് ഒഴിഞ്ഞ ജോലി 6 മാസം മുമ്പ് രാജിവെച്ചതാണ്. ഈ ജോലി തിരിച്ച് അപ്പം ചോദിച്ചു, എന്തും മണ്ടാൻ ഡോക്ടറായിട്ട് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണം. അപ്പോൾ അതൊക്കെ എല്ലാം ക്യാൻസലായി പോയിട്ടില്ലേ? എന്നാലും വൈഫ് പറഞ്ഞ് ഒന്ന് വിളിച്ച് നോക്ക്, മാതാവ് നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അതാണ് വിഷയം. വിളിച്ച് നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ലാസ്റ്റ് ക്യാൻസൽ ടൈമാണ്. ഗവൺമെൻറ്റിലേക്ക്, അതായത് ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പ്രൊസീജിയറെല്ലാം മാറ്റി കഴിഞ്ഞോ ഗവൺമെൻറ്റിലേക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വിടാൻ പോകുന്നതിന് 5 മിനിറ്റ് മുമ്പാണ് ഈ ഡോക്ടർ വിളിക്കണത്. വിളിച്ചു കഴിഞ്ഞപ്പോൾ പറയും, എന്ത് ചതിയാണ് നിങ്ങൾ ചെയ്തത്, ഞാനിപ്പോൾ അത് വിടാൻ പോവുകയായിരുന്നു. ഒരു മെയിൽ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു, റീജോയിൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് മെയിൽ വിടാൻ പറഞ്ഞു. അപ്പോൾ തന്നെ മൊബൈലിൽ ഒരു മെയിൽ വിട്ട് പിറ്റേ ദിവസം തന്നെ അപ്പോയിൻമെൻറ്റായി, തിരിച്ച് അപ്പോയിൻമെൻറ്റായി. അതായത് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വിജയത്തിൻ്റെയും രഹസ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി ഇവിടെ പറഞ്ഞു, ഞാൻ ഭയങ്കര മുൻകോപിയായിരുന്നു. ഇപ്പോൾ ഞാൻ കോപിക്കണില്ല. എന്താ കാര്യം എന്നറിയാവോ? ഞാൻ കോപിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയും, യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയും. അപ്പം ഞാൻ കോപം നിർത്തി. ഇപ്പം ഞാൻ ശാന്തമായി. എന്താണ്? അപ്പോൾ ഞാനോട്, ദൈവമേ, ഓരോ മനുഷ്യനും സ്വന്തമായിട്ട് വചനം സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ച് ജീവിത വിശുദ്ധി നേടാൻ കണ്ടില്ലേ? യേശുവിൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിലുണ്ട്, അതുകൊണ്ട് ഞാൻ കോപിക്കത്തില്ലെന്ന്, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അപ്പോൾ മനുഷ്യൻ വിശുദ്ധിയിലൂടെ വളരാൻ അവൻ സ്വയമായി വചനം വ്യാഖ്യാനിച്ച് വിശുദ്ധി നിലനിൽക്കാൻ വേണ്ടി ദൈവം സഹായിക്കുന്നതിൻ്റെ കാരണം യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്ന സിംഗിൾ റീസണാണ്. ഉടമ്പടി ജീവിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ കൂടെ യേശുവിൻ്റെ അമ്മയുണ്ടാകുന്ന ബോധ്യം, വിശുദ്ധി ജീവിക്കാനും എല്ലാത്തിനും അതിജീവിത വിശ്വാസത്തിൻ്റെ വക്താക്കളാകാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മുട്ട നിൽക്കുക. ഇടത് കൈ നെഞ്ചിലും വലത് കൈ ശിരസിലും വെച്ചുകൊണ്ട് ശരീരം മുഴുവനായി ദൈവത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾക്കെതിരെ നമുക്ക് ദൈവികമായ ശാസന പ്രാർത്ഥന ചെല്ലാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ അവകാശം ഓഹരിമാകുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിൽ നിന്ന് തിരുമുറുപാർന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനുഗ്രഹപ്പെട്ട വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവ് എല്ലാ ഞാടിഞ്ഞരമ്പുകളിലും ശരീര കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിന് ശക്തി പടരട്ടെ. ശ്രദ്ധിക്കട്ടെ. മാരകരോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, ജീവിത ഭാരങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില്
മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും മാറിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുണേടേ സുഖമായിടും എൻ്റെ ഉള്ളം. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിലും ആരാധനയിലും ഉടമ്പടിയിലും നിങ്ങളുടെ ആയിരിക്കുന്ന യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വലിയ ബോധ്യത്തിലെ മധ്യസ്ഥം വഹിക്കട്ടെ. ഓൺലൈനിലുള്ളവരും ഇപ്പോഴും മൗനമായിട്ട് നിയോഗങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. ശ്രമിച്ച് സമാപനാശ്വാസം മേടിക്കുക. ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. രൂപരഹിതമായ ജീവിത സാഹചര്യങ്ങളിലെല്ലാം ഈശോയെ നിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയാൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ട് കാലത്തെ ത്വരിപ്പിച്ചുകൊണ്ട് എത്രയും വേഗം കൃപാസനം അൾത്താരയിൽ ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.